വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ വികസനം അടുത്ത ഘട്ടത്തിലേക്ക്. രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനം അടുത്ത മാസം നടക്കും. തുറമുഖത്ത് നിന്ന് ദേശീയപാതയിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനവും ജനുവരിയിൽ ഉണ്ടാകും. ഇതോടെ കരമാർഗമുള്ള ചരക്ക് നീക്കത്തിനും തുടക്കമാകും. അങ്ങനെ ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷസൂചകമായി നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഈ കേക്ക് കട്ട് ചെയ്യുക. ഓക്കെ. പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ നേട്ടങ്ങൾ ഓരോന്നായി സ്വന്തമാക്കുന്ന വിഴിഞ്ഞം തുറമുഖം വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ 3-ന് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ പ്രതിവർഷം 10 ലക്ഷം TEU ചരക്ക് കൈകാര്യം ചെയ്യാനാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ഒരു വർഷം കൊണ്ട് വിഴിഞ്ഞത്ത് 13.25 ലക്ഷം TEU ചരക്ക് കൈകാര്യം ചെയ്തു. 636 കപ്പലുകൾ വന്നുപോയതിലൂടെ 97 കോടി രൂപയുടെ നികുതി വരുമാനവും സർക്കാരിന് ലഭിച്ചു. ജനുവരി മാസത്തിൽ രണ്ടാം വാരത്തിൽ നമുക്കിപ്പോൾ താൽക്കാലികമായി ഉണ്ടായിട്ടുള്ള ഒരു അപ്രോച്ച് റോഡിന്റെ കണക്ടിവിറ്റി പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതോടുകൂടി റോഡ് മാർഗമുള്ള ചരക്ക് ഗതാഗതത്തിന് തുടക്കം കുറിക്കാൻ കഴിയും. 2, ഇതിന്റെ സെക്കൻഡ് ഫേസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അതിന്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം ജനുവരി മാസം സെക്കൻഡ് വീക്കിൽ നടക്കുന്നു. ആ 800 മീറ്റർ ബർത്ത് 1200 മീറ്ററോടെ വർദ്ധിപ്പിച്ച് 2000 മീറ്റർ ബർത്താക്കും. അപ്പോൾ കൂറ്റൻ കപ്പലുകൾക്ക് പലതിന് വന്ന് കിടന്ന് ഒരേ സമയം അൺലോഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരും. ലോഡിങ്ങിനും കഴിയും. മറ്റൊന്ന്, ഇപ്പം നമുക്കുള്ള 2.96 കിലോമീറ്ററുള്ള നമ്മുടെ ബ്രേക്ക് വാട്ടർ, അത് നമ്മൾ ഏതാണ്ട് 920 മീറ്റർ കൂടി വർദ്ധിപ്പിച്ച് 3900 പരം മീറ്ററാക്കി അത് മാറ്റാൻ പോകും. ICP സ്റ്റാറ്റസ് കിട്ടുന്നതോടുകൂടി നമുക്ക് ടൂറിസം രംഗത്ത് പുതിയ സൗകര്യമൊരുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനം ഒരുക്കാൻ പോകുന്നു. അടുത്ത 3 ഘട്ടങ്ങൾ ഒരുമിച്ച് തുടങ്ങി 2028 പൂർത്തിയാക്കാനാണ് കരാർ. ഇതിന്റെ ചെലവ് അദാനിയാണ് വഹിക്കുക. നിലവിലുള്ള 800 മീറ്റർ ബർത്ത് 2000 മീറ്ററാക്കും. പുലിമുട്ടിന്റെ നീളം 920 മീറ്റർ കൂടി നീട്ടും. റെയിൽവേ കണക്ടിവിറ്റിക്കായി ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.